അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 20ാമത്തെ പാഠം അദ്ദർസുൽ ഇശ്റൂൻ ഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണം തുടർന്നു. ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. ഇത് കേട്ട് സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ തുടങ്ങി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മീകായിൽ അലൈഹിസ്സലാം ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നരകം സൃഷ്ടിച്ചതിനു ശേഷം മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളുമാണ് ലഭിക്കുക. പരലോകയാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക, പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഇഹലോകത്ത് നീ വിദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ആവുക. അല്ലാഹു തആല കൽപ്പിച്ചത് ചെയ്യണം, ഉപേക്ഷിക്കാൻ പറഞ്ഞത് വർജിക്കണം. അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയേണ്ടി വരും. സമയം എന്തിന് ചെലവഴിച്ചു? അറിവുകൊണ്ട് എന്തു ചെയ്തു? ധനം എങ്ങനെ സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആർക്കും ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ ഇടവന്നേക്കാം. അപ്പോൾ തൗബ ചെയ്യണം. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. അല്ലാഹു തആല കാരുണ്യവാനാണ്, ദയാലുവാണ്. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗം നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, തെറ്റുകളും പാപങ്ങളും പൊറുത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ശിക്ഷയുടെ ഭവനമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ആമീൻ. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആത്മവിചാരണ നടത്തുക. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഇശ്റൂൻ ഹാസിബു. ഒന്നാമത് കാണാൻ നംലഉൽ ഫറ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അന്ത്യനാളിൽ ഡാഷ് ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയണം. 4. 2. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഡാഷ് നൽകും, മാപ്പ്. 3. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാൾക്ക് ഡാഷ് നൽകി, സ്വർഗം. 4. സ്വർഗം ഡാഷിൻ്റെ ഭവനമാണ്, അനുഗ്രഹത്തിൻ്റെ. 5. നരകം ഡാഷ്ഡ് ഭവനമാണ്, ശിക്ഷയുടെ. 6. വമാ ഖലഖതുൽ ജിന്ന ഡാഷ് ഇല്ലാ ലിയഅ്ബുദൂൻ വൽ ഇൻസ. 7. നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡാഷ് ചിരിച്ചിട്ടില്ല, മീകായിൽ. രണ്ടാമത്തെ വർക്ക് തർജുമ ഇലാ ലുഗ്തിന, പരിഭാഷപ്പെടുത്തുക. 1. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. 2. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീല വലബഖൈതും കസീറ, ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. 3. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഇഹലോകത്ത് നീ വിദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. ഇനി മൂന്നാമത്തെ വർക്ക് നുഅരിബ്, അറബിയിലാക്കുക. സ്വർഗം ജന്നത്തുൻ, നരകം അന്നാർ. കരഞ്ഞു ബക്ക, ചിരിച്ചു ലഹിക്ക. മനുഷ്യൻ ഇൻസാൻ, സൃഷ്ടിച്ചു ഖലഖ. യാത്രക്കാരൻ ഹാബിറു സബീൽ, വിദേശി ഗരീബുൻ. ഇഹലോകം അദ്ദുന്യ, പരലോകം അൽ ആഖിറ. ഇനി 4ാമത്തെ നുജീബ്, ഉത്തരം എഴുതുക. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? മഹത്തായ പ്രതിഫലമുണ്ട്, സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും ലഭിക്കും. 2. ഇഹലോകവും പരലോകവും തമ്മിലുള്ള ബന്ധമെന്ത്? പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്.
3. സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം തുടർന്നു. ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും ഇത് കേട്ട്. 4. പാപങ്ങൾ ചെയ്താൽ അവ പൊറുപ്പിക്കാനുള്ള മാർഗമെന്ത്? അപ്പോൾ തൗബ ചെയ്യണം. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. 5. അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്, അവൻ്റെ കാരുണ്യത്തിന് ഒരു ഉദാഹരണം എഴുതുക. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗം നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി 5-ാമത്തെ വർക്ക് തഖ്സീസ്, ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കണ്ടെത്തി അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.